ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഡോക്ടർ ഷെരീഫ് പവൽ. ICGR ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സോട്ട് അനാലിസിസ് എന്നതിനെ കുറിച്ചാണ്. എന്താണ് സോട്ട് അനാലിസിസ്? നിങ്ങൾ ഈ വാക്ക് എവിടെയെങ്കിലും വെച്ച് കേട്ടിട്ടുണ്ടോ? നമുക്ക് സോട്ട് അനാലിസിസ് എന്താണെന്ന് കൃത്യമായി നോക്കാം. സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടെക്നിക് ദാറ്റ് എനേബിൾസ് എ ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വൽ ടു മൂവ് ഫ്രം എവറിഡേ പ്രോബ്ലംസ് ആൻഡ് ട്രഡീഷണൽ സ്ട്രാറ്റജീസ് ടു എ ഫ്രഷ് പ്രോസ്പെക്റ്റീവ്. സോട്ട് അനാലിസിസ് ലുക്സ് അറ്റ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആൻഡ് ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ദ ത്രെറ്റ് യുവർ ബിസിനസ് ഫേസ് ആൻഡ് ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ഓർ ഇൻഡിവിജ്വൽ ഫേസ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബിസിനസ്സിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളുടെയോ ഇതൊരു ടെക്നിക്കാണ്. സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നിക്കാണ്. ഒരു ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ജീവിതത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെ ഒരു സോൾവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്, ഒരു സ്ട്രാറ്റജിയാണ്. ഇതിനെ നന്നാക്കി കൊണ്ടുപോകാനുള്ള സ്ട്രാറ്റജിയാണ് സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പേഴ്സൺ എന്ന തലത്തിൽ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ശക്തി, സ്ട്രെങ്ത്, അതായത് അല്ലെങ്കിൽ നിങ്ങളുടെ ബലഹീനത, വീക്ക്നെസ്, അല്ലെങ്കിൽ നിങ്ങളുടെ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭീഷണികൾ, ത്രെറ്റ്സ്, ഇവ അളക്കുന്ന ഒരു പ്രക്രിയയാണ് സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് നമ്മളെ കൂടുതൽ മനസ്സിലാക്കാനും സ്വയം നമ്മളെ വിശകലനം ചെയ്യാനും വേണ്ടിയിട്ട് ഈ സോട്ട് അനാലിസിസ് നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. ഇത് കാലങ്ങൾക്ക് മുമ്പ് ഈ സോട്ട് അനാലിസിസ് ഈസ് എ ഫ്രെയിം വർക്ക്, ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് യൂസ്ഫുൾ ടൂൾ ടു യൂസ് ഇൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് അതർ ബിസിനസ് ആപ്ലിക്കേഷൻ. കൂടുതലും ആളുകൾ ഈ സോട്ട് അനാലിസിസിനെ, ഈ ഒരു ഫ്രെയിം വർക്കിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന, ഈ ഒരു ടൂളിനെ കൂടുതലായി ഉപയോഗിക്കുന്ന ബിസിനസ് മേഖലയിലാണ്. ആളുകൾ കൂടുതലും ബിസിനസ് മേഖലയിൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ട് സോട്ട് അനാലിസിസിനെ ശ്രമിക്കുന്നത് കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സോട്ട് അനാലിസിസ് ഉപയോഗിക്കുന്നത് കമ്പനികളിലാണ്. കാരണം ഇത് സാധാരണഗതിയിൽ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന, ഡേ ടു ഡേ കാര്യങ്ങളിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ഒരു കമ്പനിയെ അതിനെ നന്നാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വിശകലന രീതിയാണ് ഈ സോട്ട് അനാലിസിസ്. ഇതൊരു ബേസിക് ടൂളാണ്. ഇറ്റ്സ് മാസ്റ്ററി ഈസ് എ ഫണ്ടമെൻ്റൽ റിക്വയർമെൻറ്റ് ഫോർ ദ മാർക്കറ്റർ, എൻ്റർപ്രണർ ഓർ ബിസിനസ് പേഴ്സൺ. അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ബിസിനസ് പേഴ്സൺ ആണെങ്കിലും മാർക്കറ്റർക്കാണെങ്കിലും എൻ്റർപ്രണർക്കാണെങ്കിലും ഇത് വളരെ അത്യാവശ്യമാണ്. അതേസമയത്ത് നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിൽ, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സോട്ട് അനാലിസിസ്. അത്ര ലളിതം എന്ന് നമ്മൾ കരുതരുത്. കാരണം എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോട്ട് ഈസ് റിക്വയർഡ് ഫോർ ബിസിനസ് മേജേഴ്സ്. അതുപോലെ തന്നെ ബിസിനസ് മേജറിന് വളരെ ഒരു കൃത്യമായൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം, എന്തൊക്കെയാണ് ഈ റിക്വയർഡ് കാര്യം. അതുപോലെ തന്നെ ഒരു വ്യക്തിക്കും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് സോട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. ഈ 4 ഭാഗങ്ങൾ, നമ്മുടെ ഒന്ന് സ്ട്രെങ്ത്, മറ്റൊന്ന് ഓപ്പർച്യൂണിറ്റി, അതുപോലെ തന്നെ നമ്മുടെ വീക്ക്നെസ്, ത്രെറ്റ്. ഈ ഒരു ടെക്നിക്ക് ഈസ് ആൽബർട്ട് ഹ്യൂംഫെറി എന്ന് പറയുന്ന ആളുകൾ, അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 1960-ലും 1970-ലും നടന്ന ഒരു റിസർച്ച് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്, അദ്ദേഹത്തിനാണ് നമുക്ക് ഈ സോട്ട് അനാലിസിസിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാം എന്നാണ് ചില ലിറ്ററേച്ചർ പറയുന്നത്. എന്നാലും 1960-കളിൽ ബിസിനസ് ഗുരുക്കളായിരുന്ന എഡ്മണ്ട് പി ലിയേൺഡ്, അതുപോലെ തന്നെ കെന്നത്ത് ആൻഡേഴ്സൺ, സി റോളൻഡ് എന്നിവരാണ് ആദ്യമായിട്ട് ഇത് അവതരിപ്പിച്ചത് എന്ന് ചില ലിറ്ററേച്ചറിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു പ്ലാനിംഗ് ടൂളാണ്, യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ് ഇൻവോൾവ് ഇൻ എ പ്രോജക്റ്റ്, ബിസിനസ് ഓർ പേഴ്സൺ. അതൊരു പ്ലാനിംഗ് ടൂളാണ്. കാരണം ഇത് വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം, ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ
It is used as a framework for organizing and using data and information gained from the situation analysis of internal and external environment. നമുക്ക് കിട്ടിയ നമ്മൾ സിറ്റുവേഷൻ അനാലിസിസ് ചെയ്ത് കിട്ടുന്ന ഡാറ്റ നമുക്ക് കൃത്യമായിട്ട് ഇൻറ്റേർണലിനെയും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെയും നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് ആ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായി ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാനും നമ്മുടെ ബിസിനസ് നന്നാക്കി കൊണ്ടുപോകാനും നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നന്നാക്കി കൊണ്ടുപോകാനും നമ്മുടെ ജീവിതം വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും സോട്ട് അനാലിസിസ് വളരെ നന്നായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു സോട്ട് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഓരോ ആളുകളെയും വിശകലനം ചെയ്യാം. ഇതിൽ ഒരാളുടെ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ദിസ് അനാലിസിസ് ഇൻവോൾവ്സ് ഫൈൻഡിങ് ഔട്ട് ദ ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സൺ. ഒരു സോട്ട് അനാലിസിസ് കണ്ടക്ടിങ് ചെയ്യുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റുന്നത് ഈ ഒരു അനാലിസിസ് ഒരാളുടെ ക്വാളിറ്റീസ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ക്വാളിറ്റീസ് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അപ്പം ഞാൻ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ നല്ലത് കിട്ടും, കുറച്ചതൊക്കെ പോസിറ്റീവ് കിട്ടും, ചിലപ്പോൾ നെഗറ്റീവൊക്കെ പറയും. അപ്പം എനിക്ക് ഒരു പരിധി വരെ എനിക്ക് എന്നെ മനസ്സിലാക്കാൻ, മറ്റൊരാൾ എന്നെ എങ്ങനെ കാണുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരാളോട്, എൻ്റെ വളരെ നല്ല സുഹൃത്തിനോടോ എന്നെക്കുറിച്ച് നല്ലത് കാക്ഷിക്കുന്ന ഒരാളോടോ എങ്ങനെയുണ്ട്, എന്നെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് വളരെ ഒരു കാഷ്വലായിട്ട് നമുക്ക് ചോദിച്ചാൽ നമുക്ക് കുറേ ഉത്തരങ്ങൾ കിട്ടും. അതൊരു രീതിയാണ്. അതുപോലെ തന്നെ ഇത് നമ്മളൊരു ഇവാലുവേഷൻ ടൂൾസ് യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫൈയിങ് ദ ലൂപ്പ് ഹോൾസ് ആൻഡ് സ്ട്രോങ് പോയിൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റിങ് ദം ഇൻ ആൻ ഓർഡർലി ഫാഷൻസ്. നമുക്ക് നമ്മുടെ ലൂപ്പ് ഹോൾസ് എവിടെയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇവാലുവേഷൻ ടൂൾ കൂടിയാണ് സോട്ട് അനാലിസിസ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രോങ് പോയിൻറ്റ്, നിനക്ക് ചില ക്ലാസ്സുകളിൽ നിന്ന് കേൾക്കാൻ പറ്റും, ചില ടീച്ചർമാർ കുട്ടികളോട്, എടാ നിനക്കൊക്കെ സിവിൽ സർവീസിന് പോകാമല്ലോ, കാരണം വളരെ ബ്രില്യൻ്റായിട്ട് ചോദിക്കുന്നവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ഉത്തരങ്ങളൊക്കെ നൽകുന്നു. ചില കുട്ടികളെ കണ്ടെത്തുമ്പോൾ ടീച്ചർ ഇങ്ങനെ പറയാറുണ്ട്. അല്ലെങ്കിൽ ചില ആളുകളോട്, എടാ നീ ഈ വൈകി എണീക്കുന്നത് രീതി മാറ്റണേ, ഇത് നിൻ്റെ ജീവിതത്തെ വല്ലാണ്ട് ബാധിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ലൂപ്പ് ഹോളാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റണം. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്, ഒരു ഇവാലുവേഷൻ ടൂളും കൂടിയാണ് ഈ സോട്ട്. അതുപോലെ തന്നെ ആൻ ഇൻഡിവിജ്വൽ ക്യാൻ റിയാക്ട് ഐദർ ബൈ ഇംപ്രൂവിങ് ഹിസ് ഓർ വീക്ക്നെസ് ആൻഡ് ഓവർകമ്മിങ് ദ ലൂപ്പ് ഹോൾസ് ടു ഓർ ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ദ സ്ട്രെങ്ത് ബട്ട് ഓൾസോ റിയലൈസ് ദ ത്രെഡ്സ് ദാറ്റ് ക്യാൻ ഓവർഷാഡോ സ്ട്രെങ്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് നാളെ 4 കാര്യവും, ഇപ്പോൾ എൻ്റെ എന്താണ് പറയുക, എൻ്റെ സ്ട്രെങ്ത്, എൻ്റെ ശക്തി, അല്ല എൻ്റെ ശക്തി എന്താണെന്ന് ഇപ്പം നിങ്ങളിൽ നിന്നും ഞാൻ അറിയുന്നു, എനിക്കും കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നു. ഒരാളെ കമ്പയർ ചെയ്യുന്ന പണിയല്ല കേട്ടോ. നമ്മൾ മറ്റൊരാളെ അയാളും ഞാനും കമ്പയർ ചെയ്യലല്ല, പകരം എന്നിലുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. എൻ്റെ ശക്തി, ആനയുടെ വലിപ്പം അറിയില്ല എന്നൊക്കെ പറയുന്നത് പോലെ എനിക്കുള്ള കഴിവുകൾ ചിലപ്പോൾ എനിക്ക് തന്നെ അറിയാതെ അത് മറ്റൊരാൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു അവസ്ഥ പോലും ചില സമയങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബലഹീനതകളെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാം, അല്ലെങ്കിൽ സ്ട്രെങ്ത്താക്കി മാറ്റാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മുടെ ത്രെട്ടിനെയും ഇതിനെയും മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റണം. വർക്കിംഗ് ഓൺ വീക്ക്നെസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇംപ്ലിമെൻറ്റിംഗ് സോട്ട് അനാലിസിസ്. നമ്മൾ വീക്ക്നെസ്സിനെ വർക്ക് ചെയ്യണം. ഇറ്റ് ഈസ് വൈസ് ആൻഡ് പ്രൊഡക്റ്റീവ് ടു ആക്സെപ്റ്റ് വീക്ക്നെസ് ആൻഡ് കൺവേർട്ട് ദം ആസ് ഇൻ ടു സ്ട്രെങ്ത് പ്ലസ് എലിമിനേറ്റിംഗ് ദ ത്രെഡ്സ്. പറഞ്ഞില്ലേ, നമ്മളെ വീക്ക്നെസ്സിനെ, അത് നമുക്കുള്ള ബലഹീനതയെ അത് മെല്ലെ കൺവേർട്ട് ചെയ്ത് പ്രൊഡക്റ്റീവ് ആക്കിയിട്ട് അതിനെ നമ്മളൊരു സ്ട്രെങ്ത് ആക്കിയിട്ട് മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ ഒരാൾ വൈകി എണീക്കുന്നു രാവിലെ, അദ്ദേഹത്തിന് അതുകൊണ്ട് മാത്രം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അയാൾ കുറേ കാലം പ്രാക്ടീസ് ചെയ്തു, ആ ഒരു ബലഹീനത തിരിച്ചറിഞ്ഞു, അയാൾ തന്നെ സ്വയം കൺട്രോൾ ചെയ്തു, വേഗം രാത്രി കിടന്നു, രാവിലെ കുറച്ച് കാലങ്ങൾ എണീറ്റ് നിന്നു. ആദ്യമൊക്കെ വലിയ പ്രയാസങ്ങൾ, മറ്റേ ഘട്ടം ഘട്ടമായിട്ട് അയാളുടെ ഒരു ബലഹീനത മാറ്റാൻ കഴിഞ്ഞു. പെട്ടെന്ന് ദേഷ്യം വരിക, അതും ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആളുകളോട് പെരുമാറുന്ന രീതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ബലഹീനതയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സോട്ട് അനാലിസിസ് തന്നെ അതിൻ്റെ എക്രോണിമം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും രണ്ടും ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും ത്രെട്ടും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്നാണ് വരുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം.
ഈ സ്ട്രെങ്ത് എന്ന് പറയപ്പെടുന്നത് ഇറ്റ് ആർ ഇൻറ്റേർണൽ പോസിറ്റീവ് ആട്രിബ്യൂട്ട്സ് ഓർ കാപ്പബിലിറ്റീസ് എ പേഴ്സൺ ഹാസ് കൺട്രോൾ ഓവർ ആൻഡ് ക്യാൻ മേക്ക് ഫുൾ യൂസ് ഓഫ് ഇറ്റ്. ഒരാൾക്ക് അയാൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന നിയന്ത്രിതമായ കാര്യങ്ങൾ അയാൾക്ക് അറിയാം, ഇതൊക്കെ എൻ്റെ കഴിവാണ്, എനിക്കിത് പ്രയോജനപ്പെടുത്താൻ പറ്റും. അങ്ങനെ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ സ്ട്രെങ്ത് ആയിട്ട്. ഞാനത് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് പ്രയോജനപ്പെടും, അതെൻ്റെ കൺട്രോളിലുള്ള കാര്യമാണ്, അത് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതാണ് ഇപ്പോൾ സ്കിൽ ആൻഡ് കോമ്പിറ്റൻസീസ്, നോളജ്, നമ്മുടെ ശക്തി, നമ്മുടെ പിന്നെ മത്സരാധിഷ്ഠിത രീതി. നമ്മൾ പെട്ടെന്നൊരു സാധനം കിട്ടിയാൽ ഭയങ്കര കോമ്പറ്റീഷൻ നമ്മളെപ്പോഴും നല്ലതാണ്. നോളജ്, എവിടെ നിന്ന് ഒരു പുതിയ അറിവ് കിട്ടി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഗ്രാസ്പ് ചെയ്യാൻ നമ്മൾ ചെയ്യാം. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, നമ്മുടെ വിദ്യാഭ്യാസം, ഇപ്പം ഞങ്ങൾക്കൊരു PhD ഉണ്ട്, അതെൻ്റെ സ്ട്രെങ്ത്താണ്. എനിക്ക് അത്യാവശ്യം ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ജോലി കിട്ടും, അതെൻ്റെ സ്ട്രെങ്ത്താണ്. എൻ്റെ സ്ട്രോങ് പേഴ്സണാലിറ്റി, ഞാൻ എന്തിനേയും ധൈര്യമായി നേരിടാനുള്ളൊരു കഴിവ്, കോൺഫിഡൻസ്, എന്ത് പറയുമ്പോഴേക്കും അതിലൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റ്, എന്തൂസിയാസം, പാഷൻ. ഞാനൊരു വർക്കിന് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും, ഞാൻ എങ്ങനെയാണെങ്കിലും അത് ചെയ്തു തീർക്കും, അതെൻ്റെ ഒരു സ്ട്രോങ് പോയിൻ്റാണ്, ഒരു സ്ട്രെങ്ത്താണ്. അച്ചീവ്മെൻറ്റ്സ്, എനിക്ക് നിലവിൽ 2-3 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, അതെനിക്ക് എൻ്റെ ഭാവിയിലെ ഇൻ്റർവ്യൂവിന് വലിയ സഹായം ഉണ്ടാവും. പേഴ്സണൽ റിസോഴ്സസ്, എൻ്റെ പേഴ്സണൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ സ്വന്തമായിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ എൻ്റെ മുൻപോട്ടുള്ള രീതിയിൽ എന്നെ സഹായിക്കുന്നുണ്ട്. PR, പബ്ലിക് റിലേഷൻ ആൻഡ് കണക്ഷൻസ്, നമ്മുടെ സുഹൃത്ത് ബന്ധം, നല്ല സുഹൃത്തുക്കളുണ്ട്, എന്തിനും തയ്യാറാവുന്ന, ഏത് പാതിരാക്ക് വിളിച്ചാലും വരാൻ തയ്യാറുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ നല്ല ഫാമിലി ഉണ്ട്, നല്ല കുടുംബമുണ്ട്, നല്ല ഭാര്യയുണ്ട്, നല്ല മക്കളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്ട്രെങ്ത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത്ത് ഏതാണെന്ന് നിങ്ങളൊന്ന് എഴുതി തയ്യാറാക്കി വെക്കുക. എൻ്റെ സ്ട്രെങ്ത്ത് ഇതൊക്കെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയപ്പെടുന്നത് വീക്ക്നെസ്സാണ്. ഈ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് ആസ്പെക്ട്സ് ആണ്. ആൻഡ് ആട്രിബ്യൂട്ട്സ് വിച്ച് ഹാവ് ലിറ്റിൽ കൺട്രോൾ ഓവർ. ഇത് നമുക്ക് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ ബലഹീനത എന്ന് പറയുന്നത് നമുക്കറിയാതെ ഓൾറെഡി. പേഴ്സണൽ നാച്ചർ ഓർ ടെൻഡൻസീസ്, ചില ആളുകളുടെ ടെൻഡൻസിയും ചില പേഴ്സണൽ നേച്ചറും ഒക്കെ നമുക്കറിയാം. ഇത് അത് അയാൾക്കൊരു നെഗറ്റീവ് ഉണ്ട്, അതും കൂടി അയാൾ മാറ്റിയാൽ നന്നാവുമായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ ഒന്നാണ് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പ്രശ്നം. അതൊരു വീക്ക്നെസ്സാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് ലിറ്റിൽ കൺട്രോൾ, നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്ത് മാറ്റാം. വിദ്യാഭ്യാസം ഇല്ലാത്തവരുള്ള നമുക്കതിന് എത്ര വയസ്സായി കഴിഞ്ഞാൽ മറ്റു നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ വഴിയാക്കി വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലാക്ക് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഓർ എക്സ്പെർട്ടൈസ്, ചില മേഖലയൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫീൽഡിൽ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പ്രശ്നം അയാൾക്കാണ്, പക്ഷേ അത് അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലെസ് റിസോഴ്സസ്, അയാളടുത്ത് ഇതിനൊന്നും റിസോഴ്സ് ഇല്ല, തൊട്ടടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം റെഫർ ചെയ്യാൻ പറ്റിയൊരു ലൈബ്രറിയോ അല്ലെങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ട് പുസ്തകങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ, ഒരു കമ്പ്യൂട്ടറോ സ്വന്തം, ഇപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ അയാൾക്കൊരു കമ്പ്യൂട്ടർ ഇല്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ അയാളുടെ വീക്ക്നെസ് എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഇല്ലായ്മകളും ഒരു പരിഹരിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. ലെസ് റിസോഴ്സസ്, അത് ഒരു കമ്മോഡിറ്റി മാത്രമല്ല, ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, അയാളുടെ സ്വന്തമായിട്ടുള്ള കുറേ സാധനങ്ങൾ. ഹൈജീൻ ഇഷ്യൂസ്, തീരെ വൃത്തിയില്ലാണ്ട് പോവുക, എപ്പോഴും മുടിയൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ നല്ല അയൺ ചെയ്യാത്ത ഡ്രസ്സ് പെട്ടെന്ന് എടുത്ത്, അതൊക്കെ വീക്ക്നെസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങൾ അത് നമുക്ക് വീക്ക്നെസ് തന്നെയാണ്. ലാക്ക് ഓഫ് കരിയർ ഡയറക്ഷൻ ആൻഡ് ഫോക്കസ്, കൃത്യമായിട്ടൊരു കരിയർ ഡയറക്ഷൻ ഒന്നുമില്ല, ഒരു ഫോക്കസ് ഇല്ല, പഠിക്കുന്നൊരു ഫോക്കസ് ഇല്ല. ഇങ്ങനെ പഠിക്കും, പക്ഷേ എങ്ങനെ എവിടേക്ക് എന്നുള്ളൊരു ഒരു എൻ പോയിൻ്റ് ഇല്ല. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ. അതുപോലെ നെഗറ്റീവ് വർക്ക് ഹാബിറ്റ്സ്, ഒരുപാട് നെഗറ്റീവ് വർക്ക് ഹാബിറ്റ്സ് ഉണ്ട്. ഇതൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ വളരെ ചില എക്സാമ്പിളുകൾ പറഞ്ഞു തന്നേ ഉള്ളൂ, സ്ട്രെങ്ത്തിലും വീക്ക്നെസ്സിലും ഒക്കെ. അപ്പോൾ നിങ്ങളുടെ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി ചേർക്കുക. ദെൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൺകൺട്രോളബിൾ എക്സ്റ്റേണൽ ഇവൻറ്റ്സ് ആണ്. ആസ് എ പേഴ്സൺ ക്യാൻ പൊട്ടൻഷ്യലി ലിവാർജ്. ഈ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമ്മളെ കയ്യിലുള്ളതല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫേവറബിൾ ജോബ്സ് ആൻഡ് വർക്ക് ട്രെൻഡ്സ്. ഇപ്പം ഞാൻ പഠിച്ചൊരു സാധനത്തിനനുസൃതമായിട്ട് ലോകം മൊത്തം മാറുകയാണ്. ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു 5 വർഷം മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് വിചാരിച്ചു. പെട്ടെന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ലോകം മാറുക. ഉടനെ അതിനൊരു ഡിമാൻഡ് വന്നു, ഞാനതിൽ രാജാവാകുന്ന എനിക്ക് ഉറപ്പാണ്. ഡെവലപ്പ് ഇംപ്രൂവിങ് എക്കോണമി, നമ്മുടെ ഇംപ്രൂവിങ് എക്കോണമി അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ജോബ് വേക്കൻസീസ് ആൻഡ് ഓപ്പണിങ്സ്, നമുക്കിപ്പോൾ ഒരു കോളേജിൽ ഒക്കെ പഠിപ്പിക്കാനുള്ള നെറ്റും JRF PhD ഒക്കെ കഴിഞ്ഞ് കാത്തിരിക്കുമ്പോഴേക്കാണ് ഒരു 10 കോളേജിൽ ഒരുമിച്ച് പോസ്റ്റ് വിളിക്കുക. അപ്പോൾ നമുക്കുണ്ടാകുന്നൊരു സംഭവം നമ്മുടെ ഓപ്പർച്യൂണിറ്റിയാണ്. അതെങ്ങനെ കിട്ടുകയാണല്ലോ, പിന്നെ നമ്മുടെ കഴിവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കിട്ടണം. ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റി,
നമുക്ക് നമ്മളൊരു ഫീൽഡ് ട്രെയിനിങ് മേഖലയുണ്ട്, അപ്പോൾ ട്രെയിനിങ്ങിൽ കിട്ടുന്ന കുറേ ഓപ്പർച്യൂണിറ്റീസ്. ടെക്നോളജി ആൻഡ് അഡ്വാൻസ്മെൻറ്റ്, എനിക്ക് കമ്പ്യൂട്ടർ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു ഓപ്പർച്യൂണിറ്റി പിന്നെ വലിയ മേഖലയിൽ വരുന്നുണ്ട്. അത് എനിക്കൊരു ഗുണമാണ്. ലോകം മൊത്തം കമ്പ്യൂട്ടറിലേക്ക് മാറുകയാണ് എന്നൊക്കെ പറയുമ്പോഴേക്ക്, അപ്പോൾ ഡിമാൻഡ് ഫോർ എക്സ്പെർട്ടൈസ് ആൻഡ് സ്കിൽ, എനിക്കൊരു മേഖലയിൽ ഭയങ്കര സ്കില്ലാണ്, പക്ഷേ അതിന് ഭയങ്കര ഡിമാൻഡാണ് പുറത്ത്. അങ്ങനെ ആകുമ്പോഴേക്ക് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് നമ്മുടെ കൺട്രോളിലുള്ളതല്ല, പക്ഷേ നമുക്ക് ഒന്ന് അന്വേഷിച്ചാൽ നമുക്ക് മുമ്പിലുള്ള നമ്മുടെ ഭാവിക്ക് വെളിച്ചം വീശുന്ന കുറേ കാര്യങ്ങളാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അത് നന്നായിട്ട് നമ്മൾ ഒന്ന് കണ്ടെത്തുകയും ലിസ്റ്റ് ചെയ്യുകയും വേണം. നമ്മുടെ ഓപ്പണിങ്സ്, നമ്മളൊരു സാധനം പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്പണിങ്സ് ഒക്കെ നേരത്തെ തയ്യാറാക്കണം. നമ്മൾ ജോലി ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഹൈറാർക്കി, ഇനി അടുത്ത പോസ്റ്റ് എന്താണ്, അതിനൊക്കെ ഞാൻ എന്താണ് ചെയ്യുന്നത്, അത് നമ്മുടെ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് നന്നായി സഹായിക്കാൻ പറ്റുന്ന നമ്മുടെ കുടുംബം, അതായത് നമ്മുടെ സ്ട്രെങ്ത്തും അതോടൊപ്പം തന്നെ ഫിനാൻസൊക്കെ നമുക്ക് തരാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും കണക്കാക്കാൻ പറ്റും ചില സമയങ്ങളിലൊക്കെ. ദെൻ ത്രെഡ്സ്, ഇതും ഒരു അൺകൺട്രോളബിൾ എക്സ്റ്റേണൽ ഫാക്ടറാണ്. ഇറ്റ് മൈറ്റ് ഓവർകം ഓർ ഡാമേജ് ദ സ്ട്രെങ്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റി. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. ഭീഷണികൾ എന്ന് പറയപ്പെടുന്നത് ജോബ് ഇൻസെക്യൂരിറ്റി. ഒരു പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുകയാണ്, എപ്പോൾ വേണമെങ്കിൽ പിരിച്ചുവിടാം, അത് നമ്മളൊരു ത്രെട്ടാണ്. പക്ഷേ നമ്മുടെ കഴിവിനനുസരിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കതൊരു തടഞ്ഞു നിർത്താൻ പറ്റും. പക്ഷേ നമുക്ക് തീരെ ക്വാളിറ്റി ഇല്ല, നമ്മൾ ലെസ് സ്കിൽഡാണ്, എക്സ്പെർട്ടൈസേഷൻ ആവുന്നില്ല അത്രയായിട്ടും, എന്നാൽ പിന്നെ ജോബ് ഇൻസെക്യൂർഡ് തന്നെയാണ്. പക്ഷെ നല്ല കമ്പനിയിൽ നല്ല ശമ്പളത്തിലായി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എപ്പോൾ വേണമെങ്കിൽ പിരിച്ചുവിടാം. ഇപ്പോൾ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണല്ലോ, ഒരുപാട് വലിയ മൾട്ടിനാഷണൽ കമ്പനികളിൽ നിന്ന് ഗൾഫിൽ നിന്നൊക്കെ എത്രയോ ആളുകൾ, വലിയ ടോപ്പ് പോസ്റ്റുള്ള ആളുകളൊക്കെ പിരിച്ചുവിടുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഡൗൺസിങ് ആൻഡ് റീസ്ട്രക്ചറിങ്, പിന്നെ ചേഞ്ചിങ് മാർക്കറ്റ് ട്രെൻഡ്സ്, ഫീവർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അൺട്രസ്റ്റ്, അങ്ങനെ കുറേ പറയുന്ന സാധനങ്ങളുണ്ട്. അശാന്തി, അൺട്രസ്റ്റ് എന്ന അശാന്തി നിറഞ്ഞ ഒരു കാര്യം. തീരെ അവിടെ വർക്ക് ചെയ്യുക എന്നുള്ളതിന് ഭയങ്കര പ്രയാസം, കച്ചറയാണ്, അവിടെ എപ്പോഴും കച്ചറയാണ്. ട്രേഡ് യൂണിയൻ്റെ പ്രശ്നങ്ങളാണ്, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി, ഞാനിതൊക്കെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഫീൽഡ് തീരെ ഓപ്പണിങ്സ് ഇല്ല. മാർക്കറ്റ് പെട്ടെന്ന്, ഞാനിപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു, C++ ഒക്കെ പഠിച്ചു, പക്ഷേ മാർക്കറ്റിൽ പോകുമ്പോൾ വേറൊരു ലാംഗ്വേജാണ്, .NETും ജാവയും അല്ലെങ്കിൽ PHP ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എമർജിങ് കോമ്പറ്റീഷൻസ്, ഭയങ്കര കോമ്പറ്റീഷനാണ്. ഒരു 2 പോസ്റ്റുകളിൽ 50 ആളുകളുണ്ട്, ഭയങ്കര കോമ്പറ്റീഷൻ, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. ചേഞ്ചിങ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്, ഇപ്പോൾ നമ്മൾ ഒന്ന് PhD ഒക്കെ കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റി പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും PDF വേണം, സ്കോപ്പസിൽ പേപ്പർ വേണം. ഇതൊക്കെ പറയുമ്പോഴേക്കാണ് നമുക്കറിയാം, അടുത്ത പണി വരികയാണ്. അത് നമ്മുടെ കൺട്രോളിലല്ല. സ്റ്റാൻഡേർഡ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനനുസരിച്ച് മുമ്പോട്ട് പോകണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ത്രെട്ട് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഓരോ ആളുകളും കൃത്യമായി ഒരു ഇവാലുവേഷൻ നടത്തണം, എന്നിട്ടൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. എന്താണ് വളരെ പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം എൻ്റെ നിന്ന്. അപ്പോൾ ഞാൻ ഒരു കമ്പനിയാണെങ്കിൽ കമ്പനിയിലെ വിഷയം എന്താണ്, അത് പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. എൻ്റെ പേഴ്സണൽ വിഷയമാണെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം വിശകലനം ചെയ്യേണ്ടത് എന്താണ്, അതുപോലെ തന്നെ ഏതാണ് ആദ്യം ഹാൻഡിൽ ചെയ്യേണ്ടത്. ഒരുപാട് കാര്യങ്ങളുണ്ടാവല്ലോ, അതിനാദ്യം എൻ്റെ ഒരു ബലഹീനതയുണ്ട്, ആ ബലഹീനത മാറ്റലാണ് ആദ്യത്തെ പണി. എന്നാൽ മാത്രമേ എനിക്ക് ഈ ജോലിയിൽ മര്യാദക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും പ്രശ്നം തന്നെയാണ്. വൈകി വരുന്നതിൻ്റെ പേരിൽ ബോസിൻ്റെ അടുത്ത് നിന്ന് കേൾക്കാത്ത തെറികൾ എല്ലാ ദിവസവും ഇല്ല എന്നൊക്കെ പറയുന്ന പോലെ. ദ തിങ്സ് ദാറ്റ് ഷുഡ് ബി റിസർച്ച്ഡ് ഫർദർ. ഏത് മേഖലയാണ് ഞാനതിന് മുമ്പിൽ കുറച്ചും കൂടി റിസർച്ച് ചെയ്യേണ്ട മേഖല, ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട മേഖല. അതുപോലെ തന്നെ ഷുഡ് ബി പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ. പുതിയ ഒരു പ്ലാനിങ്, മുമ്പിലേക്കുള്ള യാത്രയിൽ കൃത്യമായ പ്ലാനിങ് എങ്ങനെയാണ് വെക്കണം. ഇതൊക്കെ ഈ നമ്മുടെ സോട്ട് അനാലിസിസിനെ ബേസ് ചെയ്താണ് ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെ ബേസ് ചെയ്ത് നമുക്കൊരു ആക്ഷൻ പ്ലാൻ കൃത്യമായി നിങ്ങൾ തന്നെ എഴുതിയിട്ട് നമുക്ക് എന്തൊക്കെയാണ്. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നെസ്സും നമ്മൾ തിരിച്ചറിഞ്ഞു. ആ വീക്ക്നെസ്സിനെ നമ്മൾ മെല്ലെ ഒന്ന് സ്ട്രെങ്ത് ആക്കാൻ നോക്കുക. നമ്മുടെ ത്രെട്ടും ഓപ്പർച്യൂണിറ്റി ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ കൺട്രോളുള്ളതല്ല, എന്നാലും നമ്മൾ അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് സോട്ട് അനാലിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നെ മുമ്പിലൂടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ചോദിക്കുക. പിന്നെ നമുക്ക് മറ്റു വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല ഭാവി ആശംസിക്കുന്നു. താങ്ക് യു, നന്ദി.